എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഫസ്റ്റ് അലോട്ട്മെന്റ് റിസൾട്ട് നാളെ പ്രസിദ്ധീകരിക്കും. വിദ്യാർത്ഥികൾക്ക് ജൂൺ 3-ാം തീയതി രാവിലെ 10 മണി മുതൽ ജൂൺ 5-ാം തീയതി വൈകുന്നേരം 5 മണി വരെ അലോട്ട്മെന്റ് ലഭിച്ച സ്കൂളുകളിൽ അഡ്മിഷൻ നേടാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഒന്നിലധികം സ്കൂളുകളിൽ അലോട്ട്മെന്റ് ലഭിച്ചു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ എന്ത് ചെയ്യും, എവിടെ അഡ്മിഷൻ നേടും എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ. അതുകൂടാതെ തന്നെ പെർമനന്റ് അഡ്മിഷൻ എന്താണ്, അതുപോലെ ടെമ്പററി അഡ്മിഷൻ എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് സംശയമുണ്ടാകും, ഒരു വിദ്യാർത്ഥിക്ക് തന്നെ എങ്ങനെയാണ് ഒന്നിലധികം സ്കൂളുകളിലേക്ക് അലോട്ട്മെന്റ് കിട്ടുക, അങ്ങനെ ഒരു സാധ്യതയുണ്ടോ എന്നാൽ നിങ്ങൾക്കൊരു സംശയം ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു സംശയത്തിലേക്കുള്ള ഉത്തരത്തിലേക്ക് വരാം. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് +1 ഹയർ സെക്കൻഡറി ഫസ്റ്റ് അലോട്ട്മെന്റ് റിസൾട്ട് നാളെ, അതായത് ജൂൺ 2-ാം തീയതിയോടെ അല്ലെങ്കിൽ ഇന്ന് രാത്രിയോടെ നിങ്ങളുടെ റിസൾട്ട് വരും. അപ്പോൾ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഹയർ സെക്കൻഡറി വിഭാഗമുണ്ട്, അതുപോലെ തന്നെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗമുണ്ട്. അപ്പോൾ ഇങ്ങനെ രണ്ട് വിഭാഗത്തിൽ അപേക്ഷിച്ച വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ അവർക്ക് രണ്ട് സ്കൂളുകളിലേക്ക് അലോട്ട്മെന്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഹയർ സെക്കൻഡറിയിലും കിട്ടാം, എന്നാൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലും അലോട്ട്മെന്റ് കിട്ടാം. കാരണം രണ്ടും രണ്ട് ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് ലഭിക്കുന്ന അലോട്ട്മെന്റുകളാണ്. അതുകൊണ്ടാണ് ഒന്നിലധികം സ്കൂളുകളിലേക്ക് നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇതുകൂടാതെ തന്നെ ഹയർ സെക്കൻഡറി വിഭാഗമാണെങ്കിൽ അതിൽ തന്നെ സിംഗിൾ വിൻഡോ സിസ്റ്റം, അതായത് SWS കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്ന ലിങ്ക് വഴി മെറിറ്റ് സീറ്റിലേക്ക് അപേക്ഷിച്ച വിദ്യാർത്ഥികളുണ്ടാവും. അതുപോലെ തന്നെ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകളിലേക്ക് കൂടി അപേക്ഷിച്ച വിദ്യാർത്ഥികളുണ്ടാവും. അത് കാൻഡിഡേറ്റ് ലോഗിൻ MRS, അതുപോലെ കാൻഡിഡേറ്റ് ലോഗിൻ സ്പോർട്സ് എന്നിങ്ങനെയുള്ള ലിങ്ക് വഴി നിങ്ങൾ അപേക്ഷ കൊടുത്തിട്ടുണ്ടാവും. അതുപോലെ VHSEയും അപേക്ഷിച്ച വിദ്യാർത്ഥികളുണ്ടാവും. അപ്പോൾ എങ്ങനെയാണ് ഒരു വിദ്യാർത്ഥിക്ക് ഒന്നിലധികം സ്കൂളിലേക്ക് അലോട്ട്മെന്റ് കിട്ടുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ തന്നെ മെറിറ്റ് സീറ്റിലേക്ക് SWS വിഭാഗം വഴി അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികളുണ്ടാവും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു രീതിയിൽ SWS വിഭാഗം വഴി, അതായത് ഒരു കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്നുള്ള ലിങ്ക് മുഖേന അപേക്ഷിച്ച വിദ്യാർത്ഥികൾക്ക് മെറിറ്റ് സീറ്റിലേക്ക് അലോട്ട്മെന്റ് കിട്ടിയിട്ടുണ്ടാവും. അതേ സെയിം വിദ്യാർത്ഥി തന്നെ ചിലപ്പോൾ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലേക്ക് അപേക്ഷിച്ച് അങ്ങനെ അലോട്ട്മെന്റ് കിട്ടിയിട്ടുണ്ടാവും. അതുപോലെ ചില വിദ്യാർത്ഥികളാണെങ്കിൽ സ്പോർട്സ് കോട്ടയിൽ അപേക്ഷിച്ചിട്ടുണ്ടാവും. അങ്ങനെ സ്പോർട്സ് കോട്ടയിൽ ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികളുണ്ടാവും. അപ്പോൾ ഇവിടെ തന്നെ 3 അലോട്ട്മെന്റ് കിട്ടിയാൽ 3 സ്കൂളുകളിലേക്ക് അലോട്ട്മെന്റ് കിട്ടും. ചില വിദ്യാർത്ഥികൾ ഈ ഒരു മെറിറ്റ് സീറ്റിലേക്ക് അപേക്ഷിച്ച വിദ്യാർത്ഥികൾക്ക്, അതായത് SWS ലിങ്ക് വഴി മെറിറ്റ് സീറ്റിലേക്ക് അപേക്ഷിച്ച വിദ്യാർത്ഥികളുണ്ടാവും. അതുപോലെ സ്പോർട്സ് കോട്ടയിലും അപേക്ഷിച്ച വിദ്യാർത്ഥികളുണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് രണ്ടിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ 2 സീറ്റുകളിലേക്ക്, അതായത് 2 സ്കൂളുകളിലെ 2 കോഴ്സുകളിലേക്ക് അലോട്ട്മെന്റ് കിട്ടിയിട്ടുണ്ടാവും. ചിലപ്പോൾ സെയിം സ്കൂളിൽ തന്നെ 2 കോഴ്സുകൾക്കായിരിക്കും അലോട്ട്മെന്റ് കിട്ടിയിട്ടുണ്ടാവുക. അതുപോലെ ചില വിദ്യാർത്ഥികൾ ഇതിനോടൊപ്പം തന്നെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലേക്ക് കൂടി അപേക്ഷിച്ചിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയെങ്കിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ കൂടി അലോട്ട്മെന്റ് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒന്നിലധികം സ്കൂളുകളിലേക്ക് അലോട്ട്മെന്റ് കിട്ടുകയാണ് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഒരു ലിങ്ക് വഴി, അതായത് SWS ലിങ്ക് വഴി മാത്രം അപേക്ഷിച്ചവർക്ക് ആകെ അതായത് ഒരു സ്കൂളിൽ മാത്രമേ അലോട്ട്മെന്റ് കിട്ടത്തുള്ളൂ. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ വൊക്കേഷണലിൽ കൂടി അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയെങ്കിൽ മറ്റൊരു സ്കൂളിൽ അലോട്ട്മെന്റ് കിട്ടത്തുള്ളൂ. അതുപോലെ MRS, അതുപോലെ തന്നെ ഈ ഒരു സ്പോർട്സ് എന്നിങ്ങനെയുള്ള 2 ലിങ്കുകൾ വഴി അപേക്ഷിച്ചവർക്ക് മാത്രമാണ് ഈ ഒരു രീതിയിൽ ഹയർ സെക്കൻഡറിയിൽ തന്നെ 3 സ്കൂളിലൊക്കെ അലോട്ട്മെന്റ് കിട്ടാനുള്ള സാധ്യത ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. എല്ലാവർക്കും ഈ ഒരു രീതിയിൽ ഒന്നിലധികം സ്കൂളിലേക്ക് അലോട്ട്മെന്റ് കിട്ടണമെന്നില്ല. അപ്പോൾ ഒന്നിലധികം സ്കൂളുകളിലേക്ക് നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടിയാൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യം തന്നെ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള കോഴ്സ് നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുള്ളതാണോ എന്ന് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ആദ്യം തന്നെ കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്നുള്ള ലിങ്ക് മുഖേന നിങ്ങൾക്ക് അപേക്ഷിച്ച അപേക്ഷയിൽ നിങ്ങൾക്കൊരു സ്കൂൾ കിട്ടി. അപ്പോൾ ആ ഒരു സ്കൂളിൽ നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടിയ ആ ഒരു കോഴ്സ് നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുള്ളതാണോ എന്ന് നോക്കുക. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു MRS വഴി അപേക്ഷിച്ച വിദ്യാർത്ഥികൾക്ക് ആ ഒരു കിട്ടിയിട്ടുള്ള കോഴ്സ് നിങ്ങൾക്ക് താല്പര്യമുള്ളതാണോ എന്ന് നോക്കുക. അതുപോലെ തന്നെ സ്പോർട്സ് കോട്ടയിൽ അലോട്ട്മെന്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ കിട്ടിയുള്ള ആ ഒരു കോഴ്സ് നിങ്ങൾക്ക് താല്പര്യമുള്ളതാണോ എന്ന് നോക്കുക. അതുപോലെ തന്നെ ഈ ഒരു VHSEയിൽ അപേക്ഷിച്ചിട്ട് അതിലും അലോട്ട്മെന്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂടി നിങ്ങൾ നോക്കുക, അതിൽ ഏത് കോഴ്സാണ് കിട്ടിയത്, ആ ഒരു കോഴ്സ് നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുള്ളതാണോ. അതായത് +2ന് ശേഷം നിങ്ങൾക്ക് എന്താവാനാണ് താല്പര്യം, അത് ആ ഒരു കാര്യം നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള കോഴ്സാണോ നിങ്ങൾക്ക് നിലവിൽ അലോട്ട്മെന്റ് കിട്ടിയിട്ടുള്ളതെന്ന് നോക്കുക. അപ്പോൾ നിലവിൽ നിങ്ങൾക്ക് ഈ ഒരു SWS വിഭാഗത്തിൽ നിങ്ങളിപ്പോൾ ബയോളജി സയൻസ് ആണ് പഠിക്കാൻ വിചാരിക്കുന്നതെന്ന് വിചാരിക്കാം. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ SWS വിഭാഗത്തിലും ബയോളജി സയൻസ് കിട്ടി, അതുപോലെ തന്നെ സ്പോർട്സ് കോട്ടയിലും നിങ്ങൾക്ക് ബയോളജി സയൻസ് കിട്ടി, മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ നിങ്ങൾക്ക് കൊമേഴ്സ് കിട്ടി, VHSEയിൽ ജസ്റ്റ് ഒരു നിങ്ങൾക്ക് പ്ലംബിങ്ങിൻ്റെ ഒരു കോഴ്സാണ് കിട്ടിയതെന്ന് വിചാരിക്കാം. അപ്പോൾ ഇങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ SWSൽ ബയോളജി സയൻസ് പഠിക്കാൻ താല്പര്യമുള്ള വിദ്യാർത്ഥിയാണ്. രണ്ടിടത്തും സ്പോർട്സിലും കിട്ടി, അതുപോലെ തന്നെ SWS വിഭാഗത്തിലും ഈ ഒരു ബയോളജി സയൻസ് ആണ് കിട്ടിയതെങ്കിൽ നിങ്ങൾ SWS വിഭാഗത്തിൽ നിങ്ങൾ ഈ ഒരു ബയോളജി സയൻസ് എടുക്കുക. അല്ലെങ്കിൽ സ്പോർട്സ് കോട്ടയിലായിരുന്നാൽ നിങ്ങൾക്ക് ഈ ഒരു ബയോളജി സയൻസ് ആണ് കിട്ടിയതെങ്കിൽ അങ്ങനെ അഡ്മിഷൻ നേടാവുന്നതാണ്. അതേസമയം നിങ്ങൾക്കിപ്പോൾ ഇഷ്ടപ്പെട്ട കോഴ്സല്ല രണ്ടിടത്തും കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കോഴ്സാണെന്ന് വിചാരിക്കുക. ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ ബയോളജി സയൻസ് ആണ് പഠിക്കാൻ താല്പര്യം, എന്നാൽ നിങ്ങൾക്ക് ഇവിടെ സ്പോർട്സ് കോട്ടയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നത് ഹ്യൂമാനിറ്റീസ് ആണെന്ന് വിചാരിക്കാം. അതുപോലെ SWS വിഭാഗത്തിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് ബയോളജി സയൻസ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാനുള്ള താല്പര്യം ബയോളജി സയൻസ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ബയോളജി സയൻസ് SWS വിഭാഗത്തിൽ തിരഞ്ഞെടുക്കാവുന്നതാണ്. ഇനി അതേസമയം നിങ്ങൾക്കിപ്പോൾ ബയോളജി സയൻസ് കിട്ടിയത് സ്പോർട്സ് കോട്ടയിലാണെന്ന് വിചാരിക്കാം. അതുപോലെ തന്നെ SWS വിഭാഗത്തിൽ, അതായത് മെറിറ്റ് കോട്ടയിൽ നിങ്ങൾ കിട്ടിയത് ഹ്യൂമാനിറ്റീസിനാണെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യം എന്ന് പറയുന്നത് ഈ ഒരു സ്പോർട്സ് കോട്ടയിലെ ബയോളജി സയൻസ് ആണെങ്കിൽ സ്പോർട്സ് കോട്ടയിൽ നിങ്ങൾക്ക് അഡ്മിഷൻ നേടാവുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് എവിടെയാണോ പഠിക്കാൻ താല്പര്യമുള്ള ആ ഒരു കോഴ്സ് കിട്ടിയത്, ആ ഒരു കോഴ്സ് ഇപ്പോൾ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലും ബയോളജി സയൻസ് ഉണ്ട്. അവിടെ ഫിസിക്സ്, അതുപോലെ തന്നെ കെമിസ്ട്രി, അതുപോലെ തന്നെ ബയോളജി എന്നീ 3 സബ്ജക്റ്റുകളുള്ള ഏത് സബ്ജക്റ്റ്, ഇപ്പോൾ പ്ലംബിങ്ങിൻ്റെതാണെങ്കിൽ കൂടി അതിൽ ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി എന്നിവ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലെ ബയോളജി കോഴ്സാണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയെങ്കിൽ അത് പഠിക്കാനും സാധിക്കുന്നതായിരിക്കും. എന്നാൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ ബയോളജി സയൻസ് കിട്ടിയ വിദ്യാർത്ഥികൾ, അതായത് ഗ്രൂപ്പ് ബി കോഴ്സ് കിട്ടിയ വിദ്യാർത്ഥികൾ അഡീഷണൽ മാത്സ് കൂടി പഠിക്കുകയാണെങ്കിലാണ് +2ൻ്റെ ബയോളജി സയൻസിന് ഈക്വലായിട്ട് മാറുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് ഇപ്പോൾ 3
അതായത് ഒന്നോ അതിൽ കൂടുതലോ സ്കൂളുകളിൽ അലോട്ട്മെൻറ്റ് വിവിധ കോഴ്സുകൾക്കായിട്ട് മാറ്റം അതായത് വിവിധ ലോഗിൻ ഐ ഡി വഴി അപേക്ഷ വഴി നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വീട്ടിൽ ചോദിക്കുക. അതുപോലെ നിങ്ങളുടെ ബ്രദേഴ്സ് ഉണ്ടാവും, അതുപോലെ തന്നെ നിങ്ങളുടെ സിസ്റ്റേഴ്സ് ഉണ്ടാവും, എന്നിവരോടൊക്കെ നിങ്ങൾക്ക് ഏത് കോഴ്സ് പഠിക്കുന്നതായിരിക്കും നല്ലത് എന്നുള്ളത് ചോദിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏത് കോഴ്സിനാണോ താല്പര്യം അതിനനുസരിച്ച് നിങ്ങൾ കോഴ്സ് തിരഞ്ഞെടുക്കാം. അപ്പോൾ നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഒരു രീതിയിൽ 3 അല്ലെങ്കിൽ ഒന്നിലധികം സ്കൂളുകളിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്കതിൽ ഏറ്റവും കൂടുതൽ പഠിക്കാൻ താല്പര്യമുള്ള കോഴ്സ് എവിടെയാണ് കിട്ടിയത് അവിടെ പഠിക്കുക. അതേസമയം എവിടെയും നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത സ്കൂളാണ് അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്ത കോഴ്സാണ് കിട്ടിയതെന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾ മെറിറ്റ് കോട്ടയിൽ അലോട്ട്മെൻറ്റ് കിട്ടിയ ആ ഒരു സ്കൂളിൽ ജോയിൻ ചെയ്യുന്നതായിരിക്കും നല്ലത്. അത് ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ അലോട്ട്മെൻറ്റ് കിട്ടിയുള്ള ആ ഒരു മെറിറ്റ് കോട്ടയിൽ അതായത് SWS വിഭാഗത്തിലോ അല്ലെങ്കിൽ സ്പോർട്സ് കോട്ട വിഭാഗത്തിലോ അലോട്ട്മെൻറ്റ് ലഭിച്ച ആ ഒരു സ്കൂളിൽ ജോയിൻ ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം വിദ്യാർത്ഥികൾക്ക് സ്പോർട്സ് കോട്ടയിലും അതുപോലെ തന്നെ SWSലും നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ കോഴ്സ് ചേഞ്ച് ചെയ്യാനായിട്ട് ട്രാൻസ്ഫറിന് അപേക്ഷിക്കാനായിട്ട് പറ്റും. എന്നാൽ ഈ ഒരു MRS കോട്ടയോ അതല്ലെങ്കിൽ MRS കോട്ടയിലും പറ്റും. എന്നാൽ ഈ ഒരു SWSലോ അല്ലെങ്കിൽ സ്പോർട്സ് കോട്ടയിലോ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികളാണെങ്കിൽ അതിൽ എവിടെയെങ്കിലും ജോയിൻ ചെയ്യുന്നതായിരിക്കും നല്ലത്. അതുപോലെ ഹയർ സെക്കൻഡറിയിൽ അലോട്ട്മെൻറ്റ് കിട്ടി നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് പുറത്താക്കും. പിന്നീട് ആ ഒരു ജില്ലയിലെ അലോട്ട്മെൻറ്റ് നിങ്ങളെ പരിഗണിക്കപ്പെടുന്നതല്ല. അപ്പോൾ ഇന്ന് നമുക്ക് മറ്റൊരു കാര്യം നോക്കാം. അതായത് നിങ്ങൾക്കിപ്പോൾ 3 വിഭാഗത്തിൽ അലോട്ട്മെൻറ്റ് കിട്ടിയെന്ന് വിചാരിക്കുക. അതായത് ഈ ഒരു രീതിയിൽ 3 ഇടങ്ങളിലായിട്ട് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ SWS വിഭാഗത്തിലാണ് നിങ്ങൾ അലോട്ട്മെൻറ്റ് 3 അലോട്ട്മെൻറ്റ് കിട്ടി. എന്നാൽ SWS അതായത് കാൻഡിഡേറ്റ് ലോഗിൻ SWS വഴി ആ ഒരു ആപ്ലിക്കേഷൻ വഴി നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള സ്കൂളിലാണ് നിങ്ങൾ അഡ്മിഷൻ നേടാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അവിടെ നിങ്ങൾ അഡ്മിഷൻ നേടിക്കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് ഇവിടെയുള്ള ബാക്കിയുള്ള അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിങ്ങളെ പുറത്താക്കപ്പെടും. അതേസമയം നിങ്ങൾക്കിപ്പോൾ SWSൽ മാത്രമേ കിട്ടിയില്ല, MRSലും കിട്ടിയില്ല, സ്പോർട്സിലും കിട്ടിയിട്ടില്ലെങ്കിൽ ഇവിടെ നിങ്ങൾ അഡ്മിഷൻ എടുത്ത് കഴിഞ്ഞാൽ അടുത്ത അലോട്ട്മെൻറ്റ് നിങ്ങളെ അതിൽ ആ ഒരു അലോട്ട്മെൻറ്റുകളിലേക്ക് അതായത് MRSൻ്റെയും അതുപോലെ തന്നെ സ്പോർട്സ് കോട്ടയുടെയും അലോട്ട്മെൻറ്റിലേക്ക് നിങ്ങളെ പരിഗണിക്കപ്പെടും. എന്നാൽ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ അലോട്ട്മെൻറ്റ് കിട്ടി നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ അതിൽ നിന്നും അലോട്ട്മെൻറ്റ് പിന്നീടുള്ള 3rd അലോട്ട്മെൻറ്റ് വരെ പരിഗണിക്കില്ല എങ്കിലും പിന്നീട് സപ്ലിമെൻ്ററി ഘട്ടത്തിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ സാധിക്കും. എന്നാൽ ഹയർ സെക്കൻഡറി SWS വിഭാഗത്തിലാണ് അതായത് ഈ ഒരു ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടി നിങ്ങൾ അഡ്മിഷൻ നേടിയിട്ടില്ലെങ്കിൽ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് പുറത്താക്കപ്പെടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹയർ സെക്കൻഡറിയിൽ അലോട്ട്മെൻറ്റ് കിട്ടുന്ന വിദ്യാർത്ഥികൾ ഹയർ സെക്കൻഡറിയിൽ ജോയിൻ ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഇനി അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പഠിക്കാൻ താല്പര്യമുള്ള കോഴ്സ് എവിടെയും കിട്ടിയിട്ടില്ലെങ്കിൽ ഹയർ സെക്കൻഡറിയിൽ SWS വിഭാഗത്തിൽ അലോട്ട്മെൻറ്റ് കിട്ടിയ സ്കൂളിൽ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റായിട്ട് ഇട്ടാൽ മതി, നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് എന്താണ് പെർമനൻറ്റ് അഡ്മിഷൻ അതുപോലെ എന്താണ് ടെമ്പററി അഡ്മിഷൻ എന്നുള്ള കാര്യം നോക്കാം. പെർമനൻറ്റ് അഡ്മിഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഫീസ് അടച്ചുകൊണ്ട് നിങ്ങൾ സർട്ടിഫിക്കറ്റുകളും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് നിങ്ങൾ നേടുന്ന അഡ്മിഷനാണ് പെർമനൻറ്റ് അഡ്മിഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ടെമ്പററി അഡ്മിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വിദ്യാർത്ഥികൾ ഫീസൊന്നും കൊടുക്കാതെ അതായത് നിങ്ങൾക്ക് ലഭിച്ച ഒരു കോഴ്സ് നിങ്ങൾക്ക് താല്പര്യമില്ല, അടുത്ത അലോട്ട്മെൻറ്റിൽ നിങ്ങളെ പരിഗണിക്കപ്പെടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടെമ്പററി അഡ്മിഷൻ നേടാം. ടെമ്പററി അഡ്മിഷനായിട്ട് വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റുകൾ മാത്രം സ്കൂളിൽ കൊടുത്താൽ മതി, ഫീസൊന്നും നിങ്ങൾ കൊടുക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ടെമ്പററി അഡ്മിഷൻ എന്താണ് അതുപോലെ പെർമനൻറ്റ് അഡ്മിഷൻ എന്താണ് എന്നുള്ള കാര്യം അതേക്കുറിച്ച് വിശദമായിട്ടുള്ള വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾ ആ ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് എന്താണ് പെർമനൻറ്റ് അഡ്മിഷൻ എന്താണ് ടെമ്പററി അഡ്മിഷൻ എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.